എന്താണ് ഉണ്ടായത്? എനിക്ക് ആകെ ഒരു കാര്യം ചോദിക്കാനുള്ളൂ, കോക്കേട്ടാ, ഏട്ടനോ? ഈ ആൾക്കാർ ആരെങ്കിലും നിങ്ങളുടെ പേരുപയോഗിച്ച് ഇങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ ഒരു സത്യാവസ്ഥ കണ്ടുപിടിച്ച് നിങ്ങളുടെ പേരും കൂടെ സംരക്ഷിക്കാനുള്ളത് നിങ്ങളുടെ ഉത്തരവാദിത്വമല്ലേ? എന്തൊരു നീചനാണ്. പാവോടാ, അവനിങ്ങനെ പേടിപ്പിക്കണ്ടായിരുന്നു. മാധവ് അശ്വന്ത് ഗോക്കിന്റെ പ്രതികരണം കേട്ട് കാണും. ഒരു 5 മിനിറ്റോളം നല്ല ചട്ടപ്പെട്ടേന്നായിരുന്നു കാര്യങ്ങൾ. അല്പം കടുത്ത പ്രതികരണമാണ്. നമുക്കതൊന്നും നമ്മുടെ ഈ ചാനലിലൂടെ ഒന്നും പുറത്തുവിടാൻ പറ്റില്ല, അത്രത്തോളം മോശ ഭാഷയിലായിരുന്നു. അടിക്കുന്നവന് ഔചിത്യമില്ലെങ്കിലും അടികൊള്ളുന്നവന് ഔചിത്യബോധം വേണമല്ലോ. നമ്മുടെ സൈഡിൽ നിന്ന് എന്തെങ്കിലും കള്ളം പറഞ്ഞ പോലെയോ അല്ലെങ്കിൽ എന്തെങ്കിലും വിഷമം അശ്വന്ത് ഗോക്കിന് ഉണ്ടായിട്ടുണ്ടെങ്കിലും അതൊന്ന് അഡ്രസ് ചെയ്യാനാണ് ഞാൻ വന്നിരിക്കുന്നത്. നാട്ടുകാരെ ബോധിപ്പിക്കണം. സിനിമയുടെ പ്രൊഡ്യൂസർ അവിടെ ഇരുന്ന് പറഞ്ഞ കാര്യം, അശ്വന്ത് ഗോക്കിനെ റെപ്രസെന്റ് ചെയ്ത് ഒരാൾ നമ്മളെ വിളിച്ചായിരുന്നു. ഒരാൾ വിളിച്ച് പറഞ്ഞ കാര്യം എന്താന്ന് വെച്ചാൽ, അശ്വന്ത് ഗോക്ക് 1 ലക്ഷം രൂപ അയാൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ ആള് നെഗറ്റീവ് റിവ്യൂ ഇടൂല, നിങ്ങൾ ആലോചിച്ച് കാര്യം പറയുക. ലോഹ്യം മറ്റുള്ളവരുടെ മുമ്പ് ചിന്ന കൊച്ചാക്കാൻ നോക്കേണ്ടല്ല. മായൻകുട്ടി, നീ എന്നെ തനി സ്വരൂപം കണ്ടിട്ടില്ല. നമ്മൾ വീണ്ടും പറയുക, അശ്വന്ത് ഗോക്ക് അല്ല വിളിച്ചത്, നമ്മൾ അങ്ങനെ പറഞ്ഞിട്ടുമില്ല. അശ്വന്ത് ഗോക്കിനെ റെപ്രസെന്റ് ചെയ്ത ഒരാളാണ് നമ്മളെ വിളിച്ചത്. അപ്പൊ അങ്ങനെയാണ് നീ ഇവിടെ എത്തിയത്. ഒരാൾ വിളിച്ച് പറഞ്ഞ കാര്യം എന്താന്ന് വെച്ചാൽ, അശ്വന്ത് ഗോക്ക് 1 ലക്ഷം രൂപ അയാൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ ആള് നെഗറ്റീവ് റിവ്യൂ ഇടൂല, നിങ്ങൾ ആലോചിച്ച് കാര്യം പറയുക. ഇത് നമ്മുടെ ശ്രദ്ധ തിരിച്ചുവിടാനുള്ള ഒരു ചട്ടമ്പി നാടകമല്ലേ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. നമ്മൾ ഇത്രയും തന്നെ പറഞ്ഞിട്ടുള്ളൂ. ഒരിടത്തും അശ്വന്ത് ഗോക്ക് കാശ് വാങ്ങിയെന്നോ നമുക്ക് കൊടുക്കേണ്ടി വന്നെന്നോ അശ്വന്ത് ഗോക്ക് നേരിട്ട് വിളിച്ചെന്നോ ഐ ഡോണ്ട് തിങ്ക് എനിവൺ. ഇതങ്ങനെ വെറുതെ വിടാൻ പാടില്ല, അല്ലെങ്കിൽ ഞാൻ കള്ളനാവും. പറയുമ്പോ ഫീൽ ചെയ്യരുത്, നിങ്ങൾക്ക് ഈ പണി പറ്റിയതല്ല. ആ എന്നെയും എന്റെ അച്ഛന്റെ പേര് ചേർത്തുമാണ് അഗൈൻ എടുത്തു പറയുക. അദ്ദേഹം എന്റെ അച്ഛനെയും ചേട്ടനെയും പറ്റി ഒരുപാട് നല്ലത് അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന്റെ ഗുണം കാണാനുണ്ടായിരുന്നു. പക്ഷെ അത്യാവശ്യം മോശമായിട്ട് തന്നെയാണ് പറഞ്ഞത്. നീ എനിക്കൊരു ഉപകാരം ചെയ്യുമോ? ആ CPയുടെ C അങ്ങെടുത്ത് മാറ്റാമോ? നാട്ടുകാർ നിന്നെ പറയുന്ന തെറിയുടെ പാതി എനിക്ക് കിട്ടണ്ടെന്ന് വിചാരിച്ചിട്ടാ. ഞാൻ വീണ്ടും എടുത്ത് പറയുന്നത്, നമ്മൾ ആ പറഞ്ഞ ആ വീഡിയോ പ്ലീസ് ഒന്ന് പോയി കണ്ടു നോക്കുക ഫുൾ ആയിട്ട്. അതിന്റെ കോണ്ടന്റ് പതുക്കെ പുറത്ത് വന്നിട്ടുണ്ട്. ധീരതയ്ക്ക് അവാർഡ് വാങ്ങിയിട്ടുള്ള നായർ സാബാണ് ഈ പറയുന്നത്. ഇവനെ എന്തുകൊണ്ട് നേരത്തെ മനസ്സിലാക്കില്ല? അത് കണ്ടു നോക്കുക. അശ്വന്ത് ഗോക്കിന്റെ പേര് അദ്ദേഹം നേരിട്ട് വിളിച്ചിട്ടുണ്ട്, അദ്ദേഹം ക്യാഷ് ഡിമാൻഡ് ചെയ്തു എന്നല്ല നമ്മളിവിടെ പറഞ്ഞിട്ടുള്ളത്. എങ്കിലും അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇവിടെ പ്രസ് മീറ്റിന്റെ ടൈമില് മീഡിയയുടെ സൈഡിൽ നിന്നായിരുന്നു വേറൊരു എമൗണ്ട് അശ്വന്ത് ഗോക്ക് ഇങ്ങനെ കോട്ട് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു വന്നത്. അത് ഞാൻ തന്നെ പറയുന്നു. പക്ഷെ അതിനെപ്പറ്റി താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? വെറുതെ വായി തോന്നലൊന്നും പറയില്ല എന്റെ ചേട്ടാ. പക്ഷെ ഇതെല്ലാം ഉണ്ടായിട്ടും അത്യാവശ്യം തെറിവിളി ഞാൻ വീണ്ടും കേൾക്കേണ്ടി വന്നു. ഞാൻ എതിരാളികളോട് ഏറ്റുമുട്ടുമ്പോൾ എന്റെ ഓരോ ഇടിക്കും ഓരോ ക്വിന്റൽ വെയിറ്റ് കാണും. അയ്യോ, ഇങ്ങനെയൊക്കെ പറഞ്ഞ എങ്ങനെ? ഞാൻ അങ്ങനെയുള്ള ഒരുത്തനാണോ? എല്ലാത്തിനും നാട്ടുകാർ എന്റെ മണ്ടക്കാരൻ പറഞ്ഞു.